ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വണ്ടി ഇൻട്രോ എടുക്കുന്നത്. നമ്മൾ ഇന്ന് എവിടെ പോകണത്തേനു? നമ്മൾ ഇന്ന് കല്യാണം കഴിഞ്ഞ നമ്മുടെ അനിയൻ്റെ വിരുന്നിന് പോവുകയാണ് ഗൈസ്. നമ്മൾ ഓഫീസിലൊക്കെ വന്നിട്ട് അടുത്തിരുന്ന് നമ്മളിങ്ങോട്ട് വിളിക്കും. നമ്മളെല്ലാവരും ഉള്ളതാണ് വിരുന്നവരെ. അങ്ങനെ ഞങ്ങൾ പൊക്കോട്ടിരിക്കുകയാണ്. 5:30 മണിയായി. അപ്പോൾ കല്ലുവാതിക്കലാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ അവിടെയാണ് നമ്മളെല്ലാവരുടെ ഡാൻസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കണം. സോറി, ഞാനൂസിന്റെ കയ്യിലിരിക്കുന്ന യൂണിക്കോൺ നമ്മുടെ തുത്തുമ്മയ്ക്കുള്ളതാണ്. അവളന്ന് ഇവിടെ കളഞ്ഞിട്ട് പോയി. ആ പാട്ട് വെട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോണത്. നമ്മളവിടുത്തെ മ്യൂസിക് കോർഡിനേറ്റേഴ്സ് മ്യൂസിക് ഡാൻസും എല്ലാം ആയിട്ടൊന്ന് സെറ്റായിരിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ എടുത്തിട്ട് എല്ലാം എടുക്കാൻ പറ്റിയാൽ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കടയിൽ കുറച്ച് ലഡു ജിലേബിയൊക്കെ വാങ്ങിച്ചു. മാഷ്മെലോ അല്ലേ? എന്നാ ധ്യാനൂസിനൊരു മാർഷ്മെലോ വാങ്ങിച്ചിട്ടുണ്ട്. കൊള്ളാൻ പോടാ. കടിച്ചോ കുട്ടി. എല്ലാരും തിന്നട്ടെ. ഇതോട്ടെ മയത്തിനെ കടിയടേ. നല്ല സൂപ്പർ മഴയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ രാജകുമാരിയുടെ സൈഡിൽ കൂടെ പോയി. ജസ്റ്റ് രാജകുമാരി ഫുള്ളൊന്ന് കവർ ചെയ്ത് പോയെന്നേ ഉള്ളൂ. അവിടെ മൊത്തം നല്ല പണിയൊക്കെ നടന്ന റോഡൊക്കെ ഫുള്ള് കുളമായി കിടക്കണവിടെ. ഞാൻ പറയാം, മഴയാണെങ്കിൽ ഇവിടെ വന്ന തിരക്കൊന്നും ഒരു കുറവുമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞോട്ട് പോവുകയാണ്. അപ്പോൾ ഫുള്ള് നമുക്ക് പാട്ടിട്ടതുകൊണ്ട് ഞാൻ എനിക്ക് എല്ലാം വോയിസ് പാക്ക് കൊടുക്കേണ്ടി വന്നു. കണ്ട് നമ്മുടെ നാവായിക്കുളം ഉത്സവം കഴിഞ്ഞു, പോകാൻ പറ്റിയില്ല നമുക്ക് ഇത്തവണ. റോഡൊക്കെ ഉണ്ട്, നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നല്ല റോഡാക്കി വരുന്നുണ്ട്. പക്ഷെ പണി ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസം. എന്തെങ്കിലും വാങ്ങിക്കൊണ്ടൊന്നും വാങ്ങിക്കില്ല. ഞാൻ ഓരോ കടയിൽ കയറുമ്പോൾ ഓരോ ഐറ്റംസ്. ഒരു കടയിൽ കയറിയപ്പോൾ മാസ്മലോ, അത് 5 സ്റ്റാർ. അരുൺ ഐസ്ക്രീം വാങ്ങിച്ചാലോ? നോക്കൂ ഗൈസ്, മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും കാണട്ടെ. ഒന്ന് ഭാര്യയ്ക്ക് 5 രൂപ അരുൺ ഐസ്ക്രീം ലൈറ്റിലാണ് പറഞ്ഞിട്ടെ. 5 രൂപ അരുൺ ഐസ്ക്രീം വാങ്ങി തരാത്ത ഭർത്താവാണ് ഗൈസ്. ഞാൻ പറയാം, ഞാൻ എന്റെ സ്വന്തം പൈസക്ക് അന്തസ്സോട് വാങ്ങിച്ചു തരക്കാണ്. തിന്നാൻ വരുമല്ലോ അച്ഛനും മോനും ഇവിടെ ആകട്ടെ. നമ്മളിങ്ങനെ ആടിക്കൊണ്ടിട്ട് ഇരുട്ട്. അപ്പൊ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് തുറന്നിട്ടേ. അപ്പോ ഇതാണ് നമ്മുടെ വീട്. ചെരുപ്പന്തിനടാ വണ്ടിക്കകത്ത് നേരെ ഇറങ്ങണേ. നിനക്ക് കണ്ട ഗേറ്റ് വന്നിട്ടേക്കാണ്. ഗേറ്റ് തുറന്നതിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കൂട്ടുകാരെ. അപ്പം എല്ലാവരും വന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഞങ്ങളെ അതിന് ശേഷമാണ് നീതൊക്കെ വന്നത്. അപ്പം പുതിയ മൂത്തേച്ചൻ്റെ അതിഥിയാണ്. അതാ ഇത്ര വലുതായി. നേരത്തെ വീഡിയോ എൻ്റെ ഉണ്ട്. അപ്പം ഇതാണ് ചേച്ചിയുടെ വീട്. കല്ലുവാതിക്കലാണ് ഇവിടെ താമസം. അപ്പം അവരുടെ ഇവിടെ പട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അമ്മയും കുഞ്ഞമ്മയും എല്ലാവരും ഇരുന്ന് മാങ്ങ ചെത്തുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രിൽ ചെയ്യാനായിട്ടുള്ള അടുപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനൊരു തീയൊക്കെ കൂട്ടും. ഇപ്പം എന്താണെന്നറിയില്ല, എൻ്റെ കുടുംബക്കാർക്ക് എന്നെ ഭയങ്കര പേടിയാണ്. ഒഴുതായി ഇവൾ വീഡിയോ എടുക്കും, ഇവളെ നമ്മൾ വൈറലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു പേടിയാണ്. ഞാൻ ജസ്റ്റ് ചുമ്മാ ഞാൻ വീഡിയോ എടുക്കാം. അപ്പം തീ കത്തിച്ചു. അപ്പം എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇവർ 3 പേരുടെ തീ കത്തിച്ചു. അപ്പം ഫ്രണ്ടിൽ നിമിച്ചയുടെ ഊഞ്ഞാൽ മീൻസ് ചെയറിൻ്റെ ഇത് ഇട്ടു. അപ്പം അതിനകത്ത് നിന്ന് എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കലാപരിപാടികൾ ഇവിടെ തുടരുകയാണ് കൂട്ടുകാരി. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നവരൊക്കെ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മഴ തുടങ്ങി. എന്തായാലും നമ്മുടെ ചിക്കൻ കനലൊക്കെ ആയിട്ട് സംഭവം എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടെടുക്കാനുള്ള സമയം കിട്ടി. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതായത് നമുക്ക് പാട്ടും ബഹളവും ഡാൻസും ഇതൊക്കെയാണ്. അപ്പോൾ അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇവിടെ അത് ആഘോഷിക്കാനായിട്ടൊക്കെ ഇന്ന് കൂടിയിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഓരോ പാട്ടൊക്കെ പാടുന്നുണ്ട്. പിള്ളേരെല്ലാം ഇരിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു റൂമിൽ കയറ്റി അവിടെ ചിരുത്തിക്കുകയാണ്.
അത് തന്നെയാണ്. കാരണം എല്ലാം അങ്ങോട്ട് കൊടുക്കുന്ന ഓട്ടവും ബഹളവും അവിടെ എല്ലാത്തിനും റൂമിൽ കയറ്റി കഥ അടച്ചു. അവിടെ പാട്ട് തകർക്കുകയാണ് എല്ലാവരും കൂടെ. പാട്ടെന്ന് പറഞ്ഞ സംഭവം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. കാരണം ബാക്കി ബാക്ക്ഗ്രൗണ്ടിൽ അലപ്പ് കാരണം പാട്ട് കറക്റ്റ് കേൾക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം മാത്രം പാട്ടിൻ്റെ ബാക്കി വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാവരും അമ്മയുണ്ട്, കുഞ്ഞമ്മയുണ്ട്, മുപ്പത്തമ്മയുണ്ട്, മാമിയുണ്ട്, നമ്മുടെ പുതിയ പെണ്ണുണ്ട്. അപ്പം എല്ലാവരുമായിട്ടിരിക്കുകയാണ്. ആരും അറിഞ്ഞില്ല കേട്ടോ നമ്മളിവിടെ കലാപരിപാടി തുടങ്ങിയത്. അങ്ങനെ ജസ്റ്റ് ഒരു സൗണ്ട് ഇട്ടപ്പോൾ അവരുമായിട്ടപ്പോൾ നോക്കിയിട്ട് പോകുന്നതാണ്. ഒരു കഥ പടച്ചകത്തിൽ ഇതുകൊണ്ട് ആരും ഞാൻ അറിഞ്ഞില്ല. ഓപ്പൺ എയറിലാണ് ഇരുന്നാൽ നമ്മുടെ പാട്ട് സ്ഥിരമായിട്ട് നമ്മൾ പാടാറ്. പക്ഷേ നമ്മൾ റൂമിൽ കയറി അപ്പോൾ ഇവിടെ ചിക്കൻ ചുട്ട് ഒരു സെക്ഷൻ എടുത്ത് തീറ്റി ഒരു സൈഡ് നടക്കുന്നു, ചുടലൊരു സൈഡ്. അതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കിട്ടുന്ന കൊണ്ടുപോയി വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ അത് വെച്ച് കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്തോ രാവിലെയായിട്ട് എന്തോ കോമഡി നമ്മളത് കേട്ട് ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാ അവരെല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ പെങ്കൊച്ച് ശില്പമ്മ, മാമൻ്റെ മകൾ മരുമകൾ, നമ്മുടെ തുത്തുമ്മ എന്തൊക്കെയോ വന്ന് ഇടയ്ക്കിടയ്ക്ക് വരെ പറഞ്ഞിട്ട് പോകും കേട്ടോ. അപ്പോൾ അത് നമ്മൾ കേട്ട് മൂളി കൊടുത്താൽ മതി. അപ്പോൾ അതും കൊണ്ടങ്ങ് പോയിക്കോളും. ഞങ്ങളങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതാ അവിടെ അകത്തൊരാൾ ബാത്റൂമിനകത്ത് കുടുങ്ങി സച്ചുവേട്ടൻ അത് രക്ഷിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടാണ് ഇറങ്ങിയത് ആൾ പുറത്ത്. വീഡിയോസിലൊക്കെ ഫുള്ള് ചിരി അട്ടഹാസവും ബഹളവും ഒക്കെ ഉണ്ട്. പുറത്തിറങ്ങിയ സന്തോഷത്തിൽ അച്ചുവിട്ടൊരു ഡാൻസ് പാട്ടൊക്കെ ഉണ്ട്. പക്ഷെ പാട്ട് ഭയങ്കര നമ്മുടെ ചിരിയും ബഹളവും കൈയടിയും കാരണം പാട്ടൊന്നുമില്ല അറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ ആരെങ്കിലും തുടക്കം ഇട്ട് കഴിഞ്ഞാൽ പുള്ളി എല്ലാവരും ഇറങ്ങത്തുള്ളൂ. അങ്ങനെ സച്ചുവേട്ടൻ തുടക്കം ഇട്ടതാണ്. ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ പൊളിയാണ്. അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കണ്ടോ എല്ലാവരും തുടങ്ങിയാൽ പിന്നെ അങ്ങ് തുടങ്ങിക്കോളും. ഞാൻ വെളിയാണ്, പുറത്ത് നിന്നുള്ള കളിയും ബഹളമാണ്. അപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ അവിടെ ചിലപ്പോൾ താമസം മാറി പോയതൊക്കെ പറയുന്നത് ഞങ്ങൾ വരുമെന്നൊക്കെ അറിഞ്ഞപ്പോൾ. അപ്പോൾ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് ഡാൻസ്. തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തത്തില്ല, അതാണ് പ്രശ്നം. പിള്ളേരും ഒക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് പാട്ട് പുറത്തായതുകൊണ്ട് ഭയങ്കര ബഹളവും അതൊക്കെയാണ്. പാട്ട് ഇടാൻ പറ്റുന്നില്ല, കേൾക്കാം വ്യക്തമായിട്ട് കേൾക്കത്തില്ല ഏത് പാട്ടാണെന്നുള്ളത്.
പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ അകത്ത് കയറി അകത്തുള്ള കലാപരിപാടികളായിരുന്നു. എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ നമ്മളെല്ലാവരും ഉണ്ട്. അങ്ങനെ അകത്ത് കയറി ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. പിള്ളേരൊക്കെ ലൈറ്റൊക്കെ അണച്ച് ഒരു പൊളി. മാറക്കരുത്. അപ്പം അടുത്ത അബിയാണ്. ദംസ്റ്റർ അഷ്ടമാണ് നമ്മുടെ കളി. എല്ലാ തവണയും ഉള്ള ഒരു കളിയാണത് കേട്ടോ. അപ്പം എല്ലാവരും സൈലൻ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അവൻ്റെ അഭിനയം കണ്ടിട്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ നൈസ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ നമുക്ക്. അപ്പോൾ നമ്മുടെ പുതിയ ഇടുന്ന വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.